Good afternoon, all of you. Sit down. ഇന്നലെ നമ്മൾ പഠിച്ച പാഠം എന്തായിരുന്നു? അപ്പോ സമൂഹ നന്മയ്ക്കായി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? മക്കളും മാതാപിതാക്കളും എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ മാതാവിനെ കുറിച്ചുള്ള പാഠമാണ് ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അമ്മ ഒരു പാഠമാണോ? അല്ല. എന്താ കാരണം? അനേകായിരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ അമ്മ. മനസ്സിലായല്ലോ. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് കേട്ടിട്ടില്ലേ? വളരെ നല്ല ചോദ്യമാണ് സിയാൻ ചോദിച്ചത്. അതിനുത്തരം കവി പാടിയത് എന്താണെന്നറിയോ? മൗനിയായി മനം നിറയെ സ്നേഹമത് മക്കളെ മാറോടു ചേർത്ത് താരാട്ടു പാടുമാ ഹൃദയം, അറിയില്ല ആരുമതെന്നു മാത്രം, അതാണ് പിതാവെന്ന മൂന്നക്ഷരം. മനസ്സ് നിറയെ സ്നേഹമാണ്. ആ സ്നേഹം പുറത്തു കാണിക്കാൻ അറിയില്ല പിതാവിന് എന്നർത്ഥം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആരും ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. ഇപ്പൊ വരെ കേറിയിരിക്കട്ടോ. കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ? ഞാനിവിടെ ഇല്ലായിനു. ഇന്നലെ രാത്രിയാ വന്നത്. മാറിക്കങ്ങോട്ട്. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അത് നമ്മളെ കുഞ്ഞാലിക്കല്ലേ വരുന്നത്? ആ വരവ് അത്ര സുഖമില്ലല്ലോ. ഇങ്ങോട്ടിരടാ. അല്ല കുഞ്ഞാലേ, ഞങ്ങളൊക്കെ കുട്ടികളെ കൂട്ടാൻ വന്നതാ. ഈ എന്താ കുട്ടീനായിട്ട് ഇപ്പൊ ഇങ്ങോട്ട്? ഇന്നെന്താ നൈറ്റ് ക്ലാസ് ഉണ്ടോ? എന്താ കുഞ്ഞാലിക്ക പ്രശ്നം? പറയ്. എന്റെ പ്രശ്നം തീർക്കാൻ വന്നതാ തന്നെ. എന്റെ പ്രശ്നം ഈ തീർക്കോന്ന്. നിങ്ങള് ചെക്കനെ കൂടി ഇപ്പൊ എന്തിനാ വന്നത്? അത് എന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. വാടാ. വേണ്ട പച്ചി, ഞാൻ വരില്ല. ഇങ്ങോട്ട് വാടാ. ടീച്ചറെ, നിങ്ങൾ എന്തിനാ ഇന്നലെ എന്റെ കുട്ടീനെ തല്ലിയേ? കുഞ്ഞാലിക്ക് അങ്ങോട്ട് ഇരിക്കും. ഞാൻ അവിടെ കുത്തിരിക്കാൻ വന്നതല്ല. എനിക്കിപ്പോ അറിയണോ എന്റെ കുട്ടീനെ എന്തിനാ തല്ലിയെന്നുള്ളത്. എന്റെ കുട്ടി തല്ലുള്ളാനാണെങ്കിൽ ഇങ്ങോട്ട് തരണോ? ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ ഇരട്ടി ഇവന്റെ ഉമ്മ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ തല്ലും കിട്ടുന്നുണ്ട്. ഓ, അവനപ്പോ സ്ഥിരം തല്ലുകൊള്ളിയാണല്ലേ. അല്ല, നിങ്ങൾ അവനോട് ചോദിച്ചോ എന്തിനാ തല്ല് കൊണ്ടതെന്ന്? ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് അതിന്റെ കാരണം അറിയാൻ വേണ്ട. എന്നാലേ അവന്റെ ഉമ്മയ്ക്കറിയാം അവൻ തല്ല് കിട്ടിയാലേ പഠിക്കൂന്ന്. ഞാനൊരു കാര്യം പറയാ. എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരുന്നോ അതേ മോനായിരിക്കണം വൈകുന്നേരം വീട്ടിലേക്ക് വരേണ്ടത്. അതേപോലെ വേണമെങ്കിൽ അങ്കിളെ ഓനെന്തിനാ സ്കൂളിലേക്ക് വിടുന്നേ? വീട്ടിലിരുത്തിയാ പോരെ? നല്ലോണം പഠിക്കണമെങ്കിൽ കുറച്ച് തല്ലൊക്കെ കിട്ടണ്ടേ അങ്കിളെ? നോക്ക്, ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത് കേട്ടോ. കുഞ്ഞാലിക്ക, ആ കുട്ടികൾക്കുള്ള പക്വത പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. കഷ്ടം. താങ്കളെപ്പോലുള്ളവരുടെ മനസ്സ് ഒരുപാട് മാറേണ്ടതുണ്ട്. എങ്കിലേ ഇതുപോലുള്ള പരാതികൾക്ക് അറുതി ഉണ്ടാവുകയുള്ളൂ. ടീച്ചറെ, എനിക്ക് പരാതിയില്ല. എനിക്ക് സ്കൂളാണ് ഇഷ്ടം. എനിക്ക് നന്നായി പഠിച്ചാൽ മതി. അതിനെത്തിരി തല്ലുള്ള എനിക്ക് സമ്മതാ.
ഇപ്പൊ ചെങ്ങൾ പോയിക്കോളി. കേട്ടോ കേട്ടോ നിങ്ങള്? ടീച്ചർ പറഞ്ഞതാ ശരി, അത് ആ കുട്ടിക്ക് മനസ്സിലായി. ഇതാണ് ഓരോ രക്ഷിതാവും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളോട് ഉണർത്തേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് പറയേണ്ട അവസരം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ. ആ മാഷെ കേറിയിരിക്കി. അധ്യാപനം എന്നത് ഒരു തൊഴിലായിട്ട് കാണുന്നില്ല, മറിച്ച് അതൊരു സേവനമാണെന്ന് വിശ്വസിക്കുന്നു. അത് മനസ്സിരുത്തി തന്നെയാണ് ഓരോ അധ്യാപകനും നിലകൊള്ളുന്നതെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ പറയട്ടെ. ഒരു കുഞ്ഞ് പിറന്ന് വീഴുമ്പോൾ ആദ്യ ദാഹം തീർത്ത മാതാവിൽ നിന്ന് തന്നെയാണ് ആദ്യാക്ഷരം ഗ്രഹിക്കുന്നത്. വിദ്യാലയത്തിൽ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു. അധ്യാപകരായ ഞങ്ങളെപ്പോലുള്ളവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നതങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകരും ഈ ഭൂമുഖത്തുണ്ടാവില്ല. എന്നിട്ടും പഴികൾ കേൾക്കേണ്ടി വരുന്നു. തലമുറ മാറ്റത്തിന്റെ പുതിയ സന്ദേശമായിരിക്കാം അത്. കുട്ടികൾക്കായി ശിക്ഷണ മാർഗം സ്വീകരിക്കുന്നത് നന്മ മാർഗമാണെന്നും ശകാരിക്കുന്നുവെങ്കിൽ അത് ആ കുട്ടിയുടെ വളർച്ച ലക്ഷ്യമാക്കി മാത്രമാണെന്നും ഓരോ രക്ഷിതാവും തിരിച്ചറിയണം. ഇതുപോലുള്ള ശിക്ഷണം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആവശ്യമില്ലായിരുന്നു. കുട്ടികൾക്ക് അധ്യാപകരെ പേടിയായിരുന്നു. രക്ഷിതാക്കൾക്ക് അധ്യാപകരോട് ബഹുമാനമുണ്ടായിരുന്നു. അധ്യാപകർ നാടിന് അഭിമാനമായിരുന്നു. ചിലരൊക്കെ അതിനിയും പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മള് പുറത്ത് അല്ലേ? വാടകോട്ട് പറ്റിച്ചല്ല പഠിച്ചോനെ. നീയിപ്പോ എവിടുന്നാ കുറച്ച് വെള്ളം കിട്ടുക? കാക്കക്ക് കാട്ടിടാൻ കണ്ട സ്ഥലം. എന്ത് പറ്റി കുഞ്ഞാലിക്ക? അനക്കെന്താ കണ്ണൂടെ? അതാപ്പ എന്റെ സംശയം. നിങ്ങൾക്ക് കണ്ണുണ്ടൂടാ? ഇതിന്റെ വണ്ടിയാ കുഞ്ഞാലിക്ക. അത് ശരിയാണല്ലോ. നിങ്ങളെ വണ്ടി അതാണ്. വല്ലാത്തൊരടങ്ങേറ്. എന്താണ് കുഞ്ഞാലിക്ക ഇന്നത്തെ ഒരു ദിവസം ഉപ്പച്ചേ, ഞാനും ഉണ്ട്. എന്തൊരു പോക്ക ഇയാളെ ഒരു കാര്യം. പഠിച്ചോനെ രക്ഷിക്കൂ, രക്ഷിക്കൂ. അയ്യോ, രക്ഷിക്കൂ. അയ്യോ, അയ്യോ, രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. അയ്യോ, അങ്കിളെ ഒന്ന് രക്ഷിക്കങ്കിളെ. അയ്യോ, ഫോട്ടോ വേണ്ട പ്ലീസ്. നിങ്ങളൊരു മനുഷ്യനാണോ? ചോര വാർന്നെടുക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ? രക്ഷിക്കൂ. പ്ലീസ് ഏട്ടാ ഒന്ന് രക്ഷിക്ക്. നിങ്ങളാ മൊബൈലും കൊണ്ടാ? സാർ ഇവിടെ ഒരു അപകടം നടന്നി. 2 ആള് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഉടനെ ഒരു ആംബുലൻസ് എത്തിക്കണം. ഫോൺ ഇങ്ങോട്ട് കുട്ടി. മെല്ലെ മെല്ലെ.
നിങ്ങളാണ് മക്കളെ ഭാവിയുടെ വാഗ്ദാനം. നിങ്ങളുടെ വളർച്ചയാണ് മക്കളെ നാടിന്റെ ഐശ്വര്യം. നിങ്ങളെ പോലുള്ളവർ അയ്യോ സമൂഹത്തിന് ഇതൊരു പാഠമായി മാറട്ടെ. എന്താണ് കുഞ്ഞാലിയെ ഈ വണ്ടി നിർത്താതെ പോയത്? പേടിച്ചിട്ടാണ് നിർത്താണ്ട് പോയത്. മാഷേ, നിങ്ങൾ പഠിപ്പിക്കുന്ന നമ്മളെ കുട്ടികളാണ് ആംബുലൻസ് വിളിച്ചതെന്ന് അറിഞ്ഞ് ഞാനെന്താ വേണ്ട വെച്ചാല് ചെയ്യാൻ തയ്യാറാണ്. പഠനത്തെ തളർത്താനല്ല മക്കളെ തല്ലുന്നത്. മക്കൾ വളരാനാണെന്ന സത്യം ഇതുപോലുള്ള ചുരുക്കം ചില രക്ഷിതാക്കളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെ പോലുള്ള 10,000-ങ്ങളാണ് സമൂഹത്തിന്റെ വെളിച്ചമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയാണ് സാറേ, സാറ് പറഞ്ഞ കാര്യങ്ങൾ ശിരസാ വഹിക്കുന്നു. സ്കൂളുകളിൽ ചൂരൽ തിരിച്ചു വരണം. കുട്ടികൾ കുട്ടികളായും മാതാപിതാക്കൾ മാതാപിതാക്കളായും അധ്യാപകർ അധ്യാപകരായും നിലകൊണ്ടാൽ നല്ല നാളെകളെ നമുക്ക് നല്ല രീതിയിൽ വാർത്തെടുക്കാം. ആ നല്ല നാളെകൾക്കായി നമുക്ക് ഒത്തുചേരാം. ആദ്യാക്ഷരം പഠിപ്പിച്ചതു മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ കോണിലും നമ്മെ കരം പിടിച്ചുയർത്തിയ ആ അധ്യാപകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്നെന്നും മനസ്സിലവരെ കൊണ്ടു നടക്കുവാൻ, എന്നെന്നും ഹൃദയത്തോടടുപ്പിച്ച് ഓർമ്മയിൽ വെക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ.